ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഫുൾ മൂണിനെ കുറിച്ചിട്ടാണ്. ഈ വരുന്ന ഫുൾ മൂൺ, അതായത് നവംബർ 15 നവംബർ 2024 ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്കായിട്ട് തുറന്നു വയ്ക്കുന്ന വാതിൽ എന്താണ് എന്നുള്ളതാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു സെറ്റ് ഓഫ് കാർഡ് ആണ് എടുക്കുന്നത് എങ്കിൽ പൈൽ നമ്പർ 1 ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവുന്നത് അത് ചൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിംഗ്. ഓക്കെ, സോ പൈൽ നമ്പർ 1 ഈ ഒരു ഫുൾ മൂൺ, അതായത് ഈ വീവർ മൂൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ വാതിലാണ് തുറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. So let's start pile number 1. Citrus energy, strawberry, crocus, plateau, okay, bramble energy. പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് വന്നിട്ട് സിട്രസ് എനർജിയാണ്. ഈ ഒരു ന്യൂ മൂണിൻ്റെ പ്രത്യേകത ഇത് സൂപ്പർ മൂണാണ്. ഈ ഒരു വർഷത്തെ അവസാനത്തെ സൂപ്പർ മൂൺ എനർജിയാണ്. അതായത് ഭൂമിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ വലുപ്പത്തിൽ അടുത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളത് സൂപ്പർ മൂൺ എന്നുള്ള രീതിയിൽ. ബീവർ മൂൺ എന്നും ഇതിനെ പറയുന്നു. ഈ ഒരു മൂൺ എനർജി എന്ന് പറഞ്ഞാൽ യുറാനസ് കൺജങ്ഷൻ ആണ് മൂൺ ആയിട്ടുള്ളത്. ടോറസിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ടോറസ് എനർജിയിൽ പറയുമ്പോൾ ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്, ചേഞ്ചസ്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൽ ഒന്ന് സിട്രസ് എനർജിയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. മീനിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു പ്രധാന മാറ്റം, നിങ്ങൾ പലപ്പോഴും ലൈഫിൽ മുന്നേറാൻ സാധിക്കാത്തവർ, അല്ല നമ്മൾ പലപ്പോഴും എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോഴും എല്ലാത്തിനും തടസ്സമാണ്, ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നാവിൽ നിന്ന് വരുന്നതോ നാവേറ് കണ്ണേറ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം പണ്ട് നിങ്ങൾക്ക് ആളുകളോട് എന്തെങ്കിലും പറയാൻ ഭയമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ നാവിൽ എന്തെങ്കിലും വരുന്ന നെഗറ്റീവ് നിങ്ങളെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ ഒരു ന്യൂ മൂൺ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങളെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജീസ്, ഇവിൾ എനർജീസ്, അതിനെയൊക്കെ നിങ്ങളെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയാണ്. ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ നിന്ന് നിങ്ങളെ കവചമായിട്ട് പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അതേപോലെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ക്രോക്കസ് എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എനർജി നിങ്ങളുടെ പഴയ പാറ്റേൺസ് ഒക്കെ, അതായത് നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് എന്താണോ ഉണ്ടായിരുന്നത്, അതായത് നമ്മൾ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമ്മൾ എന്നിട്ടും അത് തന്നെ പിന്തുടരും. ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു ഗുണവും ചെയ്യാത്ത നിങ്ങളുടെ ചില സ്വഭാവങ്ങളായിരിക്കാം, നിങ്ങളുടെ രീതികൾ, നമ്മളൊരു പാറ്റേൺ ഉണ്ടാവും ജീവിതത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. നിങ്ങളുടെ ചിന്താഗതിയായിരിക്കും, തോട്ട് പ്രോസസ്സിന് ഒരു പാറ്റേൺ ഉണ്ടാവും, നിങ്ങളുടെ പ്രവർത്തികളിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. ആ ഒരു ഓൾഡ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിൽ തോറ്റുപോയി, പിന്നെ നിങ്ങൾ അതിലേക്ക് പോവില്ല. ഇപ്പം നമ്മൾ പറയും, കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും വാഹനം, ചെറിയ സൈക്കിൾ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പോട്ടെ ഇനി അടുത്തങ്ങ് ഓടിക്കണ്ട എന്ന് വെച്ചിട്ട് അവരെ അവിടെ നിന്ന് മാറ്റില്ല, പകരം ഒന്ന് പൊടി തട്ടിയൊക്കെ കൊടുത്തിട്ട് വീണ്ടും അതിൽ തന്നെ ഓടിക്കാനായിട്ട് വിടും. കാരണം ഭയം തട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ ഭയമുള്ള ചില ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പോൾ
ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഭയം കൊണ്ടിട്ട് ഒരു തടസ്സങ്ങളോ തോൽവികളോ ഒക്കെ ഒരു പാറ്റേൺ ആയിട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ പാറ്റേൺ ഒക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ആ ഓൾഡ് പാറ്റേൺസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന സമയമാണ് ഈ ഒരു ടോറസ് എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴുക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ സ്ട്രോബെറി എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, സ്ട്രോബെറി എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ജീവിതത്തിൽ ഒരു പിന്നോക്കം അല്ലെങ്കിൽ ഒരു തോൽവി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പോർട്ടൽ ഓപ്പൺ ആവുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ നിങ്ങൾ 11/11 പോർട്ടലിൻ്റെ സമയത്ത് മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് ലഭിക്കുക ആ ഒരു എൻ്റെ പോർട്ടൽ ഓഫ് ന്യൂ പൊട്ടൻഷ്യൽ. അതായത് അത് നിങ്ങളുടെ ആ ഒരു പുതിയ 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 ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്ന നിങ്ങൾ ഫിനിഷിംഗ് ലൈനിലാണുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നിട്ട് എത്തിയിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നിങ്ങൾ ഫെയിലിയർ ആണ് സംഭവിച്ചിട്ടുള്ളത്, തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്ഷമ നശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിന്തയുണ്ട് നിങ്ങളുടെ. അത് നിങ്ങൾ മാറ്റിയെടുക്കുക. കാരണം നിങ്ങൾ ഫിനിഷിംഗ് ലൈനിലാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട്. ആ പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് ഇസ് കോൺസ്പയറിങ് ടു മേക്ക് തിങ്സ് ഹാപ്പൻ ഫോർ യു. ആ ഒരു പ്രപഞ്ചശക്തി നിഗൂഢമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ തന്ത്രങ്ങളും മെനയുകയാണ്. അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. അത് നിങ്ങളായിട്ട്, അതായത് എവറിതിങ് ഈസ് സക്സസ്ഫുള്ളി കമ്മിങ് ടുഗെദർ. അത് സെലിബ്രേറ്റ് ചെയ്യുക നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്. ആ ഒരു കോൺഷ്യസ്നെസ് നിങ്ങളെ അടുത്ത ലെവൽ, ഹയർ ലെവലിലേക്ക് കണക്ട് ചെയ്യാണ്. ഫുൾഫിൽമെൻ്റ് ആണ്, കംപ്ലീഷൻ ഫേസ് ഒക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് തോൺ എനർജി ആണെങ്കിൽ, ബ്ലാക്ക് തോൺ എനർജി മൂൺ കണക്ഷൻസ് ആണ്. അതിൻ്റെ മൂൺ എനർജി എന്ന് പറയുന്നത് ചില ആളുകളിൽ ഇവിടെ പൈസസിൽ മൂൺ നിൽക്കുന്ന സിറ്റുവേഷൻസ് മുമ്പിലേക്ക് വരുന്ന സമയത്ത് ടോറസ് എനർജി എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പൈസസ് മൂൺ എനർജിയാണ് ഇവിടെ. പൈസസിലെ മൂണിന് ഏറ്റവും സുന്ദരമായിട്ടുള്ള എനർജിയാണ്. കാരണം വാട്ടർ ആൻഡ് മൂൺ എനർജി സ്ട്രോങ് കണക്ഷൻസ് ഉണ്ട്. അതായത് വികാരപരമായിട്ട് നിങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക, കൺട്രോൾ യുവർ മൈൻഡ്, തോട്ട് പ്രോസസ്സ്, നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഷാർപ്പായിട്ടുള്ള പെർസെപ്ഷൻ ഒക്കെ ഏതൊരു കാര്യത്തിനാണ് എങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു റഡാർ പോലെ ആയിരിക്കണം നിങ്ങളുടെ ചിന്തകൾ. കാരണം ആ റഡാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കറക്റ്റായിട്ട് അതിൻ്റെ ഷാർപ്പായിട്ട് എന്താണ് എവിടെ കട്ട് ചെയ്യേണ്ടത്, കട്ട്സ് ത്രൂ വാട്ട് എവർ ഈസ് ഹിഡൻ. റഡാർ പലപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ അത് വളരെ കീനായിട്ട് നോക്കിയിട്ട് ഇറ്റ് കട്ട്സ് ത്രൂ വാട്ട് എവർ ഈസ് ഹിഡൻ ഫ്രം അവർ നമ്മളുടെ നോർമൽ ഐസ്, നമ്മുടെ നോർമലായിട്ടുള്ള കണ്ണുകളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂൺ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്, നിങ്ങൾക്കറിയാവുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ആ ഒരു പ്രപഞ്ചശക്തി എല്ലാം അറിയുന്ന ഒരു ശക്തിയാണ്. ആ ഒരു മൂൺ എനർജി അത് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തുടർന്ന്, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഫെയ്ത്ത്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പെർസെപ്ഷൻ വളരെ ഷാർപ്പായിട്ടിരിക്കുക, ഡിസിപ്ലിനോടുകൂടി കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ക്ലാരിറ്റി വരുന്നുണ്ട് ലൈഫിൽ, ഇല്യൂഷൻസ് ഒക്കെ മാറിയിട്ട് എല്ലാം സത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ തെളിയുന്നു എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം. മൂൺ ആൻഡ് പൈസസ് എനർജി എന്ന് പറയുമ്പോൾ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിനായിട്ട് നിൽക്കുകയും ക്ലാരിറ്റി മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ യോഗ പോലുള്ള കാര്യങ്ങളും മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു സമയത്ത്. അതേപോലെ മൂൺ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. 15th എൻഡിങ് ഫേസ് ആണ് പല കാര്യങ്ങളുടെയും. എൻഡിങ് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ പുതിയ തുടക്കവും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഓൾഡ് പാറ്റേൺസ് നിർത്തുക എന്ന് പറയും. ഓൾഡ് വേ ഓഫ് തിങ്കിങ് നെഗറ്റീവായിട്ടുള്ളതാണ് മിക്കവാറും. ആ തിങ്കിങ് ഒക്കെ അത് മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ
ഈ ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് കാണുന്നുണ്ടാവാം. നിങ്ങൾ 4499 ഈ നമ്പേഴ്സ് 11 ഈ പറഞ്ഞ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് യുവർ പെർസ്പെക്റ്റീവ്, അത് മാറ്റി ചിന്തിക്കുക നിങ്ങളുടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഭയം, ഉൾഭയം മുന്നിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഉൾഭയം മനസ്സിൽ നിന്ന് അകറ്റി മാറ്റുക. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഡിസ്ട്രക്റ്റീവ് എനർജി എന്ന് പറയുന്നതാണത്. അത് മനസ്സിലാക്കുക. എന്ത് തരത്തിലുള്ള ഓൾഡ് വേ ഓഫ് തിങ്കിങ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഈ ഓൾഡ് വേ ഓഫ് തിങ്കിങ് ആണ്, അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് ലൈഫിൽ പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see pile number 2. സോ ഇനി പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. സോ ഫുൾ മൂൺ, ഈ വരുന്ന ഫുൾ മൂൺ അതായത് സൂപ്പർ മൂൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ വാതിലാണ് തുറക്കുന്നത്? പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ഫുൾ മൂൺ അല്ലെങ്കിൽ ഈ വരുന്ന സൂപ്പർ മൂൺ, ഈ ഒരു അതായത് ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ഏപ്രിൽ 15-ാം തീയതിയാണ്. അതായത് ഏപ്രിൽ 15 വരുന്ന ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തെ അവസാനത്തെ സൂപ്പർ മൂണാണ്. സൂപ്പർ മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വലുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ട് സൂപ്പർ മൂൺ. അപ്പോൾ എന്തായാലും ഈ ഒരു മൂൺ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. നൈറ്റ് ഓഫ് സോർട്സ് എനർജി സൂചിപ്പിക്കുന്നത് ചേഞ്ചാണ്, മാറ്റമാണ്. ജീവിതത്തിൽ ഒന്നും ഒരിക്കലും സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല, മാറ്റം ജീവിതത്തിൽ വരുന്നുണ്ട്. സോ നത്തിങ് സ്റ്റേസ് ഫോർ എവർ, എന്നേക്കുമായിട്ട് കാലാകാലം ഒന്നും നിലനിൽക്കുന്നില്ല. അത് നിങ്ങളായാലും ഞാനായാലും ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ കാലാകാലം നിലനിൽക്കുന്നില്ല. അതിപ്പോൾ ജീവനുള്ളതും ഇല്ലാത്തതും എന്തും ഏതും ഈ ഒരു പ്രപഞ്ചം തന്നെ പല മാറ്റങ്ങൾ വന്ന് പോകുന്നുണ്ട്. ഒരു 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 സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പല തിയറീസും ഉണ്ട്. ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ഭൂലോകം അവസാനിച്ചിട്ട് വീണ്ടും അത് തുടരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ റിലീജിയസ് ആയിട്ട് രാമായണത്തിൽ പറയുന്നതാണെങ്കിലും അതല്ല യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നതാണെങ്കിലും ഏതർത്ഥത്തിലാണെങ്കിലും ഇത് സൂചിപ്പിക്കുന്ന മാറ്റമാണ്. നിങ്ങൾ ആ ഒരു മാറ്റത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ മാറ്റത്തെ പുറകോട്ടേക്ക്, അതായത് ഈ മാറ്റത്തെ നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുക. ഈ ഒരു മാറ്റം വളരെ വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിയിലുള്ള മാറ്റം, ആദ്യം തന്നെ ചിന്താഗതിയിലുള്ള പെർസ്പെക്റ്റീവിൽ മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു എനർജി വളരെ സ്ട്രോങ് ആണ്. കാരണം നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് 5 ഓഫ് വോൺസ് എനർജി ആണ്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു പക്ഷെ ഒരു ബന്ധമായിരിക്കാം. ചില ബന്ധങ്ങൾ, ഇതിപ്പോൾ നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയോ ഭർത്താവാണെങ്കിലും ചില ആളുകൾ വളരെ നെഗറ്റീവാണ്. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മളുടെ വളരെ അടുത്ത ബന്ധമാണ്, അവരെ നമ്മൾക്ക് ഇഷ്ടമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, അവർ പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഏത് കാര്യത്തിലാണോ മുന്നേറുന്നത് അതിനെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്യാതിരിക്കുക. അവരോട് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണെങ്കിലും അവരുടെ എനർജി അല്ലെങ്കിൽ അവരെ കൊണ്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവരുടെ നെഗറ്റിവിറ്റീസും. അപ്പോൾ ഇത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യാണ് പുറകോട്ടേക്ക് എങ്കിൽ അത് വിട്ടിട്ട് പോവുക എന്നുള്ള എനർജിയാണ്. വിട്ടിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളും ആ ഒരു വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുള്ളവരാണ് എങ്കിൽ, അതായത് നിങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ എന്തുകൊണ്ടോ സാഹചര്യവശാൽ സൊസൈറ്റിയിൽ പ്രഷർ കൊണ്ട് നിൽക്കുന്നു എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് അല്ലാതെ ഇഷ്ടക്കുറവൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷനാണ്, പക്ഷെ ആ വ്യക്തി വളരെ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ എയിംസ് ഇതൊന്നും ആ വ്യക്തിയായിട്ട് പങ്കുവയ്ക്കാതിരിക്കാം. കാരണം ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ആ വ്യക്തി വളരെ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുക. അതായത് മുന്നോട്ടേക്ക് കയറി പോകുന്തോറും ആ വ്യക്തി നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട് എങ്കിൽ, ഒരു ഉദാഹരണം, നിങ്ങൾ ജോലി മാറുന്നുണ്ട്, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, പ്രൊമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രം അവരോട് പറയുക. കയ്യിൽ കിട്ടി, ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ജോലി മാറി പുതിയ ജോലിയിൽ കയറി ഫസ്റ്റ് ഡേ കയറിയതിന് ശേഷം മാത്രം പറയാം. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആണെങ്കിൽ അത് കിട്ടിയതിന് ശേഷം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം.
ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്തും സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ ഒരു സമയം. ഈ ഫുൾ മൂൺ എന്ന് പറയുന്ന ടോറസിലാണുള്ളത്. ടോറസ് എനർജി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. ചേഞ്ച്, നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റം വരുന്നുണ്ട് ലൈഫിൽ. അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഉള്ള ഗ്രോത്ത് ആണ് കൂടുതലായിട്ടും, സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത്. അപ്പോൾ കരിയർ ആൻഡ് ഫിനാൻസിലാണ് കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നത്, അതായത് 8 ഓഫ് പെൻറ്റക്കിൾസ് ഇന്നോവേഷൻ ആണ് നിങ്ങൾ. ഈ ഒരു എനർജി എന്ന് പറയുന്ന സർപ്രൈസസ്, പുതിയ പുതിയ കാര്യങ്ങൾ, ന്യൂ ടെക്നോളജി, ന്യൂ ഇന്നോവേഷൻസ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ പക്വതയോട് കൂടിയിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇമ്പാർഷ്യലായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി ചില ആളുകൾ, എല്ലാവരിലുമല്ല, ഒരു അവേക്കണിങ് ആയിരിക്കാം, സ്പിരിച്വൽ അവേക്കണിങ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഇൻ ജനറൽ ഒരു അവേക്കണിങ്, ഒരു വേക്കപ്പ് കോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഓൾഡ് വേ ഓഫ് തിങ്കിങ് ഒക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് പുതിയൊരു നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, ഒരു സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ബ്യൂട്ടി ഓഫ് യുവർ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ ആ ഒരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ വളരുക, മറ്റുള്ളവരെ മാത്രം പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത്, ഒരു നല്ലൊരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ ഈ ഒരു ഫുൾ മൂൺ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്രീം സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ പലപ്പോഴും. അത് ഡ്രീം സ്റ്റേറ്റ് നെഗറ്റീവായിട്ടുള്ള രീതി കാണേണ്ട ആവശ്യമില്ല. ഡ്രീം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഡ്രീമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് റിവിലേഷൻസ് ഉണ്ടാവും, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് റിവീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഡ്രീം സ്റ്റേറ്റിൽ. പുതിയ പുതിയ ഐഡിയാസ് ഡ്രീം സ്റ്റേറ്റിൽ വന്നു എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല. ആ ഐഡിയാസും മറ്റു കാര്യങ്ങളുമാണ് റിയാലിറ്റി. നമ്മളെപ്പോഴും ഒരു ഡ്രീം റിയാലിറ്റിക്ക് മുമ്പുള്ള അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് പിന്നീട് റിയാലിറ്റി ആക്കിയിട്ട്. അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയും സ്ട്രാറ്റജീസ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, റീഅസസ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ നിങ്ങളുടെ കരിയർ. അതായത് നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിലാണെങ്കിൽ ഈ ഒരു ജോലിയാണോ വേണ്ടത്, വീണ്ടും റീഅസസ് ചെയ്യുന്ന കാര്യം, ഈ ജോലിയാണോ അതോ പുതിയ ജോലിയിലേക്ക് പോകണ, ജോലിയിൽ എങ്ങനെ മുന്നേറ്റം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും റീഅസസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളിൽ പലതും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത്, ചിലപ്പോൾ നിങ്ങളുടെ പല സർപ്രൈസസ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ സർപ്രൈസ് ചെയ്യണം. കാരണം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, റിസ്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ 10-15 വർഷമായിട്ട് നിങ്ങൾ ഏതൊരു ഫീൽഡിലാണോ ജോലിയിൽ ചെയ്തിരുന്നത് ആ ഫീൽഡിൽ നിന്ന് ടോട്ടലി മാറി നിങ്ങളൊരു പുതിയ ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ചെന്നെത്തരും. നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു 50 അതിന് മേലായിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ്ലി സെയിം ഫീൽഡിലായിരിക്കും, ചിലപ്പോൾ സെയിം കമ്പനി തന്നെ ആയിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ എവിടെയുണ്ട്. യു ആർ ബീയിങ് പ്രൊട്ടക്റ്റഡ്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണ വലയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒട്ടും തന്നെ വൾണറബിൾ ആകുന്നതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങളെ തന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നിങ്ങളെ തന്നെ എങ്ങനെ സംരക്ഷിക്കാം, എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ അതിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കുകയാണ് മുന്നോട്ടേക്കുള്ള വളർച്ചയിൽ. അത് എഗെയിൻ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ റീഅസസ് ചെയ്യുക, വീണ്ടും ഇതെങ്ങനെയാണ് ഈ ചെയ്തത് ശരിയായിരുന്നു എന്നൊക്കെയുള്ള നിങ്ങൾ വീണ്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും കരിയർ വൈസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിയറും സാമ്പത്തികവും റിലേറ്റഡ് ആയിരിക്കും പൊതുവിൽ എല്ലാവരിലും. അപ്പോൾ അതുകൊണ്ട്, കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ആൾ ജോലിയിൽ നിന്നായിരിക്കും സാമ്പത്തികം ഉണ്ടാകുന്നത്, അതല്ലാത്തവരും ഉണ്ട്, വേറെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ
വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മെത്തഡോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവാം. പുതിയ ടോട്ടലി ന്യൂ ഐഡിയാസും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രൈഡ് ആയിട്ടുള്ള ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ വീണ്ടും ചെയ്യാം. മെത്തഡോളജിക്കൽ ആയിട്ടുള്ള ഒരു പാത പിന്തുടരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പുതിയ ബ്ലെസ്സിങ്സ് ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് നിങ്ങൾ റിസീവ് ചെയ്യുക. കാരണം അതെന്താണെന്ന് വെച്ചാൽ 8 ഓഫ് സോർട്സ് എനർജി ഉണ്ട്. ഈ ഒരു 8 ഓഫ് സോർട്സ് എനർജി പഴയ പാറ്റേൺ പിന്തുടരുന്ന ചിന്ത നിങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് എന്തോ ഒരു ഓൾഡ് പാറ്റേണിൽ. അത് നിങ്ങൾ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയാണ്. പക്ഷേ പുതിയ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതിന് ചുറ്റും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന പല ആളുകളും ചിന്താഗതികളും മറ്റുള്ളവരായിരിക്കാം, നിങ്ങളുടെ ചിന്താഗതികളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ ആ പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തയാണോ, നിങ്ങളുടെ ചുറ്റുമുള്ളവരാണോ, അതെന്തായാലും അതിനെ ഒഴിവാക്കുക. ഒന്നുകിൽ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന ആ പാറ്റേൺ, അതായത് അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ പങ്കുവയ്ക്കാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ആ യൂണിവേഴ്സ് നിങ്ങളേക്ക് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ ഈ ചിന്താഗതിയുമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ ആ ബ്ലെസ്സിങ്സ് നിങ്ങളേക്ക് എത്തില്ല. ഓക്കെ, അപ്പോൾ അതെന്ത് തന്നെ ആയാലും ഈ ഓൾഡ് പാറ്റേൺ റിലീസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫുൾ മൂൺ സമയം നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുന്ന വാതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ പൈൽ നമ്പർ 3 ഈ ഒരു ഫുൾ മൂൺ സൂപ്പർ മൂൺ, അതായത് നവംബർ മാസം 2025 ഈ ഒരു മൂൺ സൂപ്പർ മൂണാണ്. സൂപ്പർ മൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫുൾ മൂണാണ്. അതുകൊണ്ട് തന്നെ വലുപ്പം കൂടുതലായിട്ട് ഒരു സൂപ്പർ മൂണായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ വർഷത്തെ അവസാനത്തെ സൂപ്പർ മൂണാണ്. ഈ ഒരു മൂണിൻ്റെ പ്രത്യേകത, ഈ ഒരു മൂൺ എനർജീസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ട്രാവലർ എനർജിയാണ്. ട്രാവലർ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു മൂൺ കണക്ഷൻസും ടോറസ് എനർജിയാണ്. മൂൺ ടോറസിലാണ് ഉള്ളത്. അതേപോലെ തന്നെ യുറാനസ് കൺജങ്ഷനാണ്. ഇത് യുറാനസ് കൺജങ്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ സർപ്രൈസസ് ആണ്. അതായത് നിങ്ങളിലേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു മൂൺ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മൂൺ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയം, അതായത് നിങ്ങളുടെ വാല്യൂസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഭയം ഇല്ലാതെ, നിങ്ങളുടെ ഒട്ടും തന്നെ ഭയമില്ലാതെ നിങ്ങളുടെ വാല്യൂസിനും നിങ്ങളുടെ ഡിഗ്നിറ്റിക്കും വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ സ്വീകരിക്കില്ല. ഇത്രയും ഞാൻ അർഹിക്കുന്നു, എനിക്ക് അർഹിക്കുന്നതിൽ കുറഞ്ഞതൊന്നും ഞാൻ വാങ്ങിക്കില്ല എന്നുള്ളൊരു അത് പറയാനുള്ളൊരു ധൈര്യവും ചിന്തയും നിങ്ങൾ വരുന്നുണ്ട്. കാരണം പലപ്പോഴും പല ആളുകളും നിങ്ങൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞതിൽ സെറ്റിൽ ആവാറുണ്ട്. കാരണം ഇപ്പോൾ ജോലിയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അർഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവാം, മറ്റു കാര്യങ്ങളാവാം. പക്ഷെ എന്നിരുന്നാലും സാഹചര്യവശാൽ പലപ്പോഴും നിങ്ങൾ അതിൽ സെറ്റിൽ ആവാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിച്ചു നോക്കാതെയാണ് സെറ്റിൽ ആവുന്നത് എന്നുള്ളതാണ്. അതൊരു തെറ്റ്, അല്ലെങ്കിൽ അങ്ങനെ സെറ്റിൽ ആവുന്നത് കൊണ്ടൊരു നെഗറ്റീവ് എനർജി അല്ല. മറിച്ച് നിങ്ങൾ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതാണ് എന്നുള്ളത് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, നിങ്ങളുടെ ശമ്പളം അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് ഒരാളുടെ മുമ്പിൽ നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ഭയക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ, നിങ്ങളുടെ പ്രിൻസിപ്പിൾസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ധൈര്യവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ സ്റ്റാമിന, അല്ലെങ്കിൽ ആ ഒരു
ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്നുള്ളത്. ഈ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഉൾഭയത്തെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ചേഞ്ചസ് ഓഫ് കോഴ്സ് ഈ ഒരു ഫുൾ മൂൺ എനർജി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. നമ്മൾ തീരെ മാറ്റങ്ങൾ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യത്തിലോ ആയിരിക്കില്ല മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലിയിൽ ഒരു മാറ്റം ചിന്തിച്ചിട്ടുണ്ടാവും. ജോലി ചിലപ്പോൾ നിങ്ങൾ പ്രൊമോഷനായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഒരു ലെവല് ശമ്പള വർധനവോ മറ്റോ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റമാണെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ച പോലെ വിചാരിച്ച സാഹചര്യത്തിലോ ആയിരിക്കില്ല മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു രീതിയിലായിരിക്കില്ല, അപ്രതീക്ഷിതമായിട്ടൊരു സർപ്രൈസിങ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ശമ്പള വർധനവ് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിരിക്കും, വളരെ ഉയർന്ന ശമ്പളത്തോട് കൂടിയിട്ടുള്ള പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരുന്നുണ്ടാവാം. നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ തീരെ പ്രതീക്ഷയില്ലാതെ അയച്ചിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മാറ്റത്തിൻ്റെ സമയമാണ്. മാറ്റം എന്ന് പറയുമ്പോൾ പുതിയ പുതിയ പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ഈ ഒരു എനർജി, ഒക്ടോപ്പസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡീപ്പസ്റ്റ് വിഷസ്, നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പാതയിൽ യു ആർ വെൽ ഓൺ അച്ചീവിങ് നിങ്ങളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ച് പല ഭയങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നതൊക്കെ നീക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റും, ഒരു സുരക്ഷിത വലയം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നാളെയെക്കുറിച്ചിട്ടുള്ള ഭയം ആലോചിച്ചിട്ട് പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കുകയാണ് എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇനി നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചില ആളുകൾ ഇതൊരു സ്പിരിച്വൽ ഹീലിംഗ് ആണ്. ഈ ഒരു എനർജി ഒക്ടോപ്പസ് എനർജിയാണ്, ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ് ഒക്ടോപ്പസ് എനർജി. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പെരുമാറാനും പ്രവർത്തിക്കാനും പറ്റും. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി തീർച്ചയായിട്ടും മാറ്റം തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രണയം ചിലപ്പോൾ ഒരു പക്ഷെ അവസാനിക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു പ്രണയം അവസാനിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എങ്കിൽ, അതായത് നിങ്ങൾ ഒത്തുപോകുന്നില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഈ ഒരു പ്രണയം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആവും. ഇത് അവസാനിപ്പിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. കാരണം ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ്, ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ആവാം. അതുകൊണ്ട് ഈ ഒരു പ്രണയം നിങ്ങൾക്ക് അതായത് നന്നായിട്ട് പോകുന്ന പ്രണയത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെയോ മൈൻഡിൽ ഉണ്ടാവും ഇത് മുന്നോട്ടേക്ക് പോകില്ല എന്ന്. അങ്ങനെ ഒരു ചിന്തയുള്ളൊരു പ്രണയമാണ് എങ്കിൽ ആ പ്രണയം നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എൻഡിങ് ആണ്. നിങ്ങളുടെ ലൈഫിലൊരു ഇമോഷണൽ സെക്യൂരിറ്റി അത് കൊണ്ടുവരും. കാരണം നിങ്ങളിപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ, അതായത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നിടത്തോ മറ്റിടങ്ങളിലൊക്കെ നമുക്ക് ഡിപ്ലോമാറ്റിക് ആവാം. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് തുറന്ന് സംസാരിക്കാൻ പറ്റുക? കാരണം ഒരു ഇമോഷണൽ ഇൻറ്റഗ്രിറ്റി, ഒരു ഫ്രീഡം, ഒരു ഫീലിംഗ്, ഒരു പ്യുവർ എസെൻസ്, മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഇമോഷണൽ സെക്യൂരിറ്റി, ഒരു കമ്പാഷൻ, ഒരു അക്സെപ്റ്റൻസ്, ഫൊർഗീവ്നെസ്, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന സിറ്റുവേഷനാണ്. പുതിയൊരു തുടക്കം ലൈഫിലേക്ക് വരുന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ബന്ധം, ആ ഒരു ട്രാൻസിഷൻ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇത് ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് എംപ്രസ് എനർജിയാണ്. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ്.
അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കയറുകയാണ് ജീവിതത്തിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത പ്രൊമോഷൻ എന്താണോ ആ സെക്കൻഡ് സ്റ്റെപ്പിലേക്കോ തേർഡ് സ്റ്റെപ്പിലേക്കോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കയറുകയാണ്. അതേപോലെ തന്നെ ലൈഫിലാണ് ഇപ്പോൾ നിങ്ങളൊരു ബാച്ചിലർ ആണെങ്കിൽ വിവാഹം നടക്കുന്നതാവാം അടുത്ത സ്റ്റേജ്, അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നുണ്ടാവാം. കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികൾ ആ ഒരു ഫേസിൽ എത്തിയിട്ടുള്ള കുട്ടികളുടെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് അവരെത്തുന്ന സമയമാകാം. അങ്ങനെ പലതരത്തിലുള്ള ഒരു ട്രാൻസിഷൻ്റെ സമയം ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഈ ഒരു സമയം ഒരു ഫുൾ മൂൺ ഹീലിംഗ് ആണ്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള ഹീലിംഗ് നിങ്ങളുടെ ലൈഫിൽ, ഒരു സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങൾക്ക് സംഭവ്യമാകാൻ സാധ്യതയുള്ള ഒരു സമയം, എല്ലാ അർത്ഥത്തിലും എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ്. പുതിയ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ളതാണ്. യു ആർ ദ ഡിവൈൻ സെൽഫ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഡിവൈൻ സെൽഫാണ്. അത് അവേക്കൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളത് മനസ്സിലാക്കുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പുതിയ പാറ്റേൺസ്, പുതിയ ബ്രേക്ക് ത്രൂസ് ഒക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇന്നർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നർ എൻജിനീയറിംഗ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. പുതിയ തുടക്കമാണ്. ഒരു ഫേസ് എൻഡ് ചെയ്ത് പുതിയ ഫേസിലേക്ക് വരുന്നു. പലരും ഹീൽ ചെയ്യുന്നുണ്ട്, ട്രോമ ഹീലിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പലരും കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാതെറാപ്പിസ്റ്റ് ഡയറക്റ്റ്ലി ആ ഒരു അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച്, അല്ലെങ്കിൽ ചില ആളുകൾ അസ്ട്രോളജറിനെയും കൺസൾട്ട് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് എംപ്രസ് എനർജിയാണ്. ഈ ഒരു എംപ്രസ് എനർജി ക്രിയേറ്റീവ് സൈഡ് സ്ട്രോങ് ആവുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ചില ആളുകൾ നിങ്ങൾ ജോലിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഒരു മാറ്റം, അതായത് നിങ്ങൾ ജോലിയിൽ നിന്ന് മാറി നിങ്ങളൊരു ബിസിനസ്, ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില സിറ്റുവേഷൻസ് നമ്മൾ പറയുമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ മുകളിൽ ജസ്റ്റ് ഒരു കവർ പോലെ ഇട്ട് വെച്ചാൽ ആ സിറ്റുവേഷൻ അടിയിൽ അപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് മറികടന്നിട്ട് നിങ്ങൾ സാഹചര്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ അതായത് മുറിവ് വെറുതെ അടച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് ഉണങ്ങണമെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഹീൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഹീലിംഗ് ചില ആളുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ് വരുന്നുണ്ട്, റീചാർജ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ചലഞ്ചസിനെ അതിജീവിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ യു ആർ ബിക്കമിങ് എ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആകുന്നു. അതായത് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു, ഒരു ക്രിയേഷൻ്റെ ഭാഗമാകുന്നു. ആ അർത്ഥത്തിലും ആവാം. അതല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. ആ ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അബണ്ടൻസ് ആണ്, ഐശ്വര്യം സമൃദ്ധിയും ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് എംപ്രൻസ് എനർജിയാണ്. സ്ട്രോങ് ആയിട്ടുള്ള അബണ്ടൻസ് ആണ് വരുന്നത്. അത് സ്വീകരിക്കാൻ റെഡിയാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.